തമാം. സോ യല്ലാ നബ്ദ. സോ ഐ വാസ് അല്ലേ, ഞാൻ ആയിരുന്നു. സോ നമ്മൾ എങ്ങനെ പറയാ? അന കുന്ത് എന്ന് പറയും. അന കുന്ത്. ഇത് ആണാവുമ്പോഴും പെണ്ണാവുമ്പോഴും ഒക്കെ എന്താണ് പറയാ? അന കുന്ത് തന്നെ പറയാം. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഐ വാസ് സിക്ക്. Yes. സോ എങ്ങനെ പറയും? അല്ല, ഞാൻ ഓഫീസിൽ വരാതിരിക്കാൻ കാരണം ഐ വാസ് സിക്ക്. എങ്ങനെ أنا പറയും? كنت كنت ആ, مريضة. مريضة. കുന്തു മരീള അല്ലേ, ഞാൻ സിക്കായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. സോ കുന്ത് മരീള. ആണാണെങ്കിൽ കുന്ത് മരീൾ എന്ന് പറയും. പക്ഷെ രണ്ടാളും കുന്ത് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നീ ആയിരുന്നു അല്ലേ, നീ ആയിരുന്നു ആണെങ്കിൽ ഇൻത കുന്ത് ആണ്. പെണ്ണാകുമ്പം ഇൻതി കുന്തി എന്ന് വരും. ഓക്കെ, സോ ഇൻതി ആകുമ്പോഴും കുന്താണ് മെയിലിന്, ഫീമെയിൽ ആകുമ്പം കുന്തി. അവിടെ ഒരു ചേഞ്ച് വരും. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. നമുക്കിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രയോഗം പഠിക്കാം. ഇനി ഹി വാസ്, അവനായിരുന്നു അല്ലേ, ഹി വാസ് എ ഡോക്ടർ. സോ എങ്ങനെ പറയണം? ക്യാന എന്നാണ് സംസാരത്തിൽ, ക്യാൻ എന്ന് പറഞ്ഞാൽ മതി. ഹുവ ക്യാൻ. അപ്പോൾ ക്യാൻ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അവനാണ് അല്ലേ, ക്യാൻ അതാണ് ഡു. ബേസ് വേർഡ് അല്ലേ? അതാണ് ബേസ് വേർഡ് ക്യാൻ. ഓക്കെ, അപ്പം ഹുവയാകുമ്പം ക്യാൻ ആണ്. പക്ഷെ ഹിയ ആകുമ്പം എന്താവും? ആ അത്ത് എന്നുള്ള നമ്മൾ ടെൻസിൽ പഠിച്ച അതേപോലെ ക്യാനത്ത് എന്ന് വരും. ബേസ് വേർഡ്ക്ക് അത്ത് എന്ന് ചേർത്ത് കൊടുക്കാം. ക്യാനത്ത്. ഹിയ ക്യാനത്ത് മഷ്ഗൂല, ഷി വാസ് ബിസി അല്ലേ, ഞാൻ വിളിച്ചപ്പോൾ ഹിയ ക്യാനത്ത് മഷ്ഗൂല, ഷി വാസ് ബിസി. ഹുവ കാൻ, അവനായിരുന്നു. ഹിയ ക്യാനത്ത്. ഓക്കെ, ഇനി നഹ്നു അല്ലെങ്കിൽ എഹ്ന ആകുമ്പോൾ കുന്ന എന്നാണ് വരിക. ഞങ്ങളായിരുന്നു, കുന്ന. ഓക്കെ, നഹ്നു കുന്ന. നെക്സ്റ്റ് ഇൻതും ആകുമ്പോൾ കുന്തും അല്ലെങ്കിൽ കുന്തു, ഇൻതു കുന്തു അല്ലെങ്കിൽ ഇൻതും കുന്തും. നിങ്ങളായിരുന്നു അല്ലേ, ഇൻതും കുന്തു. ഇനി അവരായിരുന്നു ആണെങ്കിൽ ഹും കാനു. അവരായിരുന്നു എന്നാകുമ്പോൾ എന്താണ്? ഹും കാനു. അപ്പം ഇതിങ്ങനെ നമ്മൾ ഇതിപ്പോൾ ഈ ഹുമ്മും നോക്കൂ, ഹുവ ക്യാൻ അല്ലേ നമ്മൾ പഠിച്ചു. നമ്മൾ ടെൻസിൽ പാസ്റ്റ് ടെൻസിൽ പഠിച്ച അതേ ഫോമാണ്. ബേസ് വേർഡ് ക്യാൻ. ഹിയ ആകുമ്പം അത്ത് കൂട്ടി കൊടുക്കും, ഹിയ ക്യാനത്ത്. ഇനി ഹും ആകുമ്പം ഉ എന്ന് ചേർത്തി കൊടുക്കും, ഹും ക്യാനു, അവരായിരുന്നു അല്ലേ, സെയിം ഫോമാറ്റാണ്. പിന്നെ ഹിന കുന്ന, പിന്നെ ഹും, പിന്നെ ഏതാണ്? ആ, ബാക്കിയെല്ലാം കിട്ടിയില്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഉഖ്ത് ഷഹല ഒന്ന് പറഞ്ഞു നോക്കൂ. ഐ വാസ്. ഐ വാസ് അനക്കുnt. ഇനി യു, ഓക്കെ. യു വേർ. ഇന്ത കുnt. ആ, ഫീമെയിൽ ആകുമ്പോൾ ഇന്തി കുന്തി. ഇനി ഇന്തും കുന്തും. ആ, ഇൻതും ആ ഇന്തും തും തന്നെ കുന്തു. ചേർത്ത് കൊടുത്താൽ മതി. ആ, ഇൻതും കുന്തും. ആ, ഹുവ كنتو കാൻ. എന്നല്ലേ ഉള്ളൂ, കുന്തും എന്നുണ്ടോ? ഇൻതും എന്നാണ്, കുന്തും എന്ന് പറയാം, കുന്തു എന്ന് പറയാം. നമ്മൾ ഇൻതും അതായത് കുന്തു എന്ന് ഇന്തു പറഞ്ഞാൽ മതി. ആണെങ്കിൽ കുന്തു, ആ, അങ്ങനെയല്ലേ? ആ, നമുക്ക് ഇൻതും എന്നും പറയാം, കുന്തും എന്നും പറയാം. ഇൻതും എന്നും പറയാം, ഇൻതു എന്നും പറയാം. രണ്ട് ഫോം യൂസ് ചെയ്യാം ഇൻതു. അപ്പൊ അതുപോലെ കുന്തും എന്നും പറയാം, കുന്തു എന്ന് പറയാം. ഏത് യൂസ് ചെയ്യാം. ആ, നെക്സ്റ്റ്. ഹുവ കാന, ഹുവ കാൻ, ആ, ഹിയ കാനത്ത്, ആ, ഹും, ഹും കാനു, ആ, നഹ്നു. നഹ്നു കുന്ന. ആ, ക്ലിയർ അല്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കേലും? ഇല്ല. ഇല്ല, ഇത് എളുപ്പമാണ്. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും അല്ലേ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സ്ക്രീനിലേക്ക് നോക്കാതെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. ഐ വാസ് ടയേർഡ് ആഫ്റ്റർ വർക്ക്. എങ്ങനെ പറയും മുഖത്ത് ഷംന? ഐ വാസ് ടയേർഡ് ആഫ്റ്റർ വർക്ക്. നോക്കാണ്ട് പറയാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എല്ലാം കിട്ടുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാം അറിയും. ആ, كنت كنت ആ, تعبان بعد السكون. അപ്പൊ നിങ്ങൾ പെണ്ണല്ല, അപ്പം കുന്തു താബാനീൻ. താബാന താബാന. ആ, അല്ലേ, അന താബാന. അപ്പോൾ കുന്തു താബാന, ഐ വാസ്. അന താബാന, ഐ ആം ടയർഡ്. ഐ വാസ് ടയർഡ് ഇസ് കുന്തു താബാന ബാദ ഷോ അല്ലേ. ജോലിക്ക് ശേഷം ഞാൻ ടയർഡിന് ഉഖ്ത് ഷെറിൽ പറയൂ. യു വർ പ്രസൻറ്റ് ഇൻ ദ ഓഫീസ് ഇൻ ദ മോർണിംഗ്. യു വർ പ്രസൻറ്റ് ഇൻ ദ ഓഫീസ്. ആണിനോട് പറയാണ്. انت كنت موجود വേർ ഇൻ ദ ഓഫീസ്. في المكتب. അപ്പൊ ഇന്നത്തെ കുന്തെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങളെ ഫ്രണ്ടിനോട് പറയാണ്, ഓപ്പോസിറ്റിലുള്ള അല്ലെ, മുഹമ്മദിനോട് പറയാണ്, മുഹമ്മദ് കുന്ത് മൗജൂദ് ഫിൽ മക്തബ്. അല്ലേ, ഈ ഓഫീസിൽ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. കുന്ത് മൗജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മനസ്സിലാവും അവനോടാണ് എന്ന്. ഓക്കെ,
ഓക്കെ. അപ്പൊ ഇന്നത്തെ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവർ ഇന്നത്തെ കുന്തൊന്നും പറയില്ല. ഓക്കെ, ഇനി പെണ്ണിനോടായാലും കുന്തി മൗജൂദീൻ ഫിൽ മെക്തബ്, ഇല്ലേ, ഈ ഓഫീസിൽ ഉണ്ടായിരുന്നല്ലോ ദാക്കൽ വക്ത്, ആ സമയത്ത്. ഓക്കെ, നുഖ്ത് ഷഹില പറയൂ. യു വർ ബിസി ഓൾ ഡേ. ഫീമെയിൽ ഷെറിലിനോട് പറയാണ്, ഈ എപ്പോഴും ബിസി ആണല്ലോ, അല്ലേ? യു ഇന്തി കുന്തി ആ മഷ്ഗൂല ആ ഓൾ ഡേ. ഓൾ ഡേ എന്ന് പറയുമ്പോൾ കുല്ലിയോ കുല്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അല്ല എവറി ഡേ. എവറി ഡേ. ഡേ ആണ്. ഇതെന്താണ്? തൂലല്യോം, തൂൽ. തൂല്യോമാണ്. തൂലാണ് നമ്മൾ പഠിച്ചു, ഫുൾ ഡേ, തൂല്യോം, ആ, തൂൽ നഹാർ, അല്ലേ? അപ്പൊ തൂലല്ലേ. ഈ ദായും നമ്മൾ ഉപയോഗിക്കും അവിടെ. ദായും നായിമോ? ദാഹിം ദായും ദായും. ദായിമോ ഓൾവേസ്. ഓൾവേസ് ആണല്ലേ. ഇതിപ്പോ ഫുൾ ഡേ ആണ്, അല്ലേ? ആ ദിവസം മുഴുവൻ. അപ്പൊ നമ്മൾ തൂൽ പറയണം. തൂൽ. ആ, തൂലല്യോ, അല്ലെ? തൂലൻ നഹാർ, പകൽ മുഴുവൻ. ഓക്കെ, മനസ്സിലായോ? yes, yes. ഇനി നെക്സ്റ്റ് എന്താണ്? ഹി വാസ് സ്റ്റഡിയിങ് ഇൻ റിയാദ് ബിഫോർ. എങ്ങനെ പറയും? അടുത്ത ആള് ഷംന പറയോ. ഹി വാസ് സ്റ്റഡിയിങ്, അവനാണ്. ഉം, He was studying. ഉം, Can ഉം. um, പ്രസന്റ് ടെൻസ് ആണ്. അപ്പം അവൻ പഠിക്കുന്നു എന്നത് ബേസ് വേർഡ് അവനാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാ? പഠിക്കുന്നത് ദറസാണ്, അല്ലേ? അപ്പൊ അവൻ ഹി സ്റ്റഡി. ബേസ് വേർഡ് എന്താണ് പ്രസന്റില്? huwa darast. ഹുവയാകുമ്പം യദ്റസ് ആണ്, അല്ലേ? ഹി ഈസ് സ്റ്റഡി, ഹി വാസ് സ്റ്റഡിങ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ക്യാൻ യൂസ് ചെയ്യുന്ന പ്രസന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക വേർബിന്റെ. ഓക്കെ, സോ എദ്രുസാവുന്നെ. അപ്പം ഹുവ ക്യാൻ യദ്റുസ്, അല്ലേ? ഹുവ ക്യാൻ യദ്റുസ് എവിടെ? ഇൻ റിയാദ് ബിഫോർ. ഇൻ റിയാദ്. അതല്ലേ. ഇൻ റിയാദ്. ഫിൽ റിയാദ്. ബിഫോർ, മുമ്പ് അവന്, അല്ലേ? മുമ്പ്. അപ്പം ഗബൽ, ജബൽ. അല്ലേ? സോ ക്യാൻ യദ്റുസ് ഫി റിയാദ് ഗബൽ, അല്ലേ? അവന് മുന്നേ എന്തായിരുന്നു? റിയാദിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാവുണ്ടോ? നെക്സ്റ്റ് ഷൊറിൽ. ഷീ വാസ് ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഷീ വാസ്. കാനത്ത് ആ സഈദ. ആ റിസൾട്ടിന് നമുക്ക് നെത്തീജ എന്ന് പറയാം. നെത്തീജ, റിസൾട്ട്. മഅൽ നതീജ. ഓക്കെ, സോ ഹിയ കാനത്ത് നത്തീജ. സഈദ ബിൻ നത്തീജ, അല്ലേ? സോ ഹിയ കാനത്ത് സഈദ ബിൻ നത്തീജ. മനസ്സിലായി? നത്തീജയാണ് എന്ത്? റിസൾട്ട്, അല്ലേ? നുഖ്ത് ഷഹില എന്താണ്? വി വർ വർക്കിംഗ് ടുഗെദർ ലാസ്റ്റ് ഇയർ. together last year. إحنا كنا شغل نشتغل യെസ്, അഹ്സൻതി. نشتغل باقي عندنا we were working ടുഗെദർ ലാസ്റ്റ് ഇയർ. مع بعض. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ സനത്തുൽ മാദി. സനത്തുൽ മാളി, അല്ലേ? സെന്തൻ കുന്ന നഷ്തഗൽ മഅ ബഅദ് സനത്തുൽ മാളി. ക്ലിയർ അല്ലേ? സുഖാണ്, അല്ലേ? നമ്മൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എടുക്കുക വേർബിന്, പിന്നെ കാനയും കുന്നയും ഒക്കെ സബ്ജക്റ്റിനനുസരിച്ച് മാറ്റിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും മീറ്റിങ്ങിന് ലേറ്റ് ആയിരുന്നു. ഷംന, യു വെർ ഓൾ ലേറ്റ് ഫോർ ദ മീറ്റിംഗ്. നിങ്ങളെല്ലാവരും. ആരാണ് അടുത്തതിന്? ഷഹലയാണോ അതോ ഷെറിലാണോ? ഓൾ അല്ലേ. ആ ഇന്തും ആ. കുന്തു. ഉം. ഇന്തും കുന്തു Late. ലേറ്റ് ഫോർ ദ മീറ്റിംഗ് അല്ലേ. ഉം. ലേറ്റിന്റെ ഉം. ഒന്നാമത്തെ ക്ലാസ് മുതൽ പറയാൻ തുടങ്ങി ലേറ്റ് ഒക്കെ. എന്താണ്? മുത്തഅഖിറാണ്, അല്ലേ? സോ നിങ്ങളാകുമ്പോൾ നമ്മൾ മുത്തഅഖിരീൻ എന്ന് പറയണം, അല്ലേ? അന തഅബാന ഇന്തും തഅബാനീൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ മുത്തഅഖിരീൻ എന്നാകും പ്ലൂറൽ ആകുമ്പോൾ. സോ ഇന്തും അലൽ മീറ്റിംഗ്. അലൽ ഇജ്തിമാ. ഇജ്തിമാ. സോ കുന്തു മുത്തഅഖിരീൻ അൻ ഇജ്തിമാ, അല്ലേ? മീറ്റിങ്ങിന് എല്ലാവരും എന്തായിരുന്നു? ലേറ്റ് ആയിരുന്നു, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? മുത്തഅഖിരീൻ നമ്മൾ പഠിച്ച ഓർമ്മയല്ലേ? തഅബാനീൻ, ജവാനീൻ എന്നൊക്കെ ഇന്തും നഹ്നും ഒക്കെ ആകുമ്പോൾ പ്ലൂറൽ ആവുമ്പോൾ. നെക്സ്റ്റ് അടുത്ത ആള്. ദേ വെർ ലിവിങ് നിയർ ദ സ്കൂൾ. ദേ ആണ്. ദേ വെർ ലിവിങ് നിയർ ദ സ്കൂൾ. കാനു ആ സാക്കിനീൻ. ഉം. ബാക്കി നിയർ ദ സ്കൂൾ, അല്ലേ? ആ
കരീബ് മിനൽ മദ്രസ. ഗരീബ് മിനൽ മദ്രസ അല്ലെങ്കിൽ ഗരീബ് മദ്രസ എന്നും പറഞ്ഞാൽ മതി. സോ ക്യാനു ഹും ക്യാനു സാക്കിനീൻ ഗരീബ് അൽ മദ്രസ അല്ലെ, മദ്രസിൻ്റെ അടുത്ത് ഹും ക്യാനു സാക്കിനീൻ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഓക്കെ ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി ജസ്റ്റ് ബിക്കു എന്ന് പറഞ്ഞാൽ വിൽ ബി എന്നുള്ളതാണെന്ന് പഠിച്ചു വെക്കട്ടോ, നമുക്കതിൻ്റെ വലിയൊരു ചാപ്റ്റർ വരാൻ പോകുന്നുണ്ട് അല്ലേ. എന്താണ്? ബിക്കൂൻ ബിക്കൂൻ വിൽ ബി അല്ലേ, നമ്മളിപ്പോൾ വാസ് പഠിച്ചില്ലേ, ഇനി ഐ വിൽ ബി എന്ന് പറയില്ലേ, നാളെ ഐ വിൽ ബി ബിസി, ഇപ്പോൾ ബിക്കൂൻ എന്നാണ് പറയാ. ഓക്കെ, ഫ്യൂച്ചർ പറയണ്ട ഇനി അതിൻ്റെയൊക്കെ. ഓക്കെ, സോ ഇത്ര ഈ കാനയുടെ സംഭവങ്ങൾ ഓക്കെ ആണോ?